മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സമുദായത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളും നബിദിനം എന്ന പേരിലും നബിദിനമാഘോഷം എന്ന പേരിലും മൗലിദാഘോഷം എന്ന പേരിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബികൾ ചെയ്തിട്ടില്ലാത്ത, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യരും ചെയ്തതായി കൊണ്ട് ഒരു തെളിവും എവിടെയും ഇല്ലാത്ത പല കാര്യങ്ങളെയും പല വിദഗ്ധകളെയും മതത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് പുണ്യമാണെന്ന് കരുതിക്കൊണ്ട് പലതരത്തിലുള്ള ആളുകളും പല പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മഹാനായ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന, സ്വർഗം സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിയെ ഇത്തിബാ ചെയ്യുകയാണ് വേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, ഹിജ്റക്ക് മഹാനായ പ്രവാചകന്റെ വഫാത്തിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവരപ്പെട്ട പല കർമ്മങ്ങളും അതെല്ലാം ദീനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരിക്കലും വിശ്വാസത്തിന്റെ ഭാഗമല്ല, ഒരിക്കലും ഇസ്ലാമിന്റെ ഭാഗമല്ല, ഒരിക്കലും ഈമാനിന്റെ ഭാഗമല്ല. പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിൽ പ്രവാചകനെ ഇഷ്ടപ്പെടണം. പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബാക്കൾ ജീവിച്ചിട്ടുണ്ട്, പ്രവാചക പത്നിമാര് ജീവിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. അവരുടെ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവരെ സ്നേഹിച്ച രൂപത്തിലാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് ഞാനും നിങ്ങളും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്.